ലോക ക്രൈസ്തവ സമൂഹം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആഘോഷവേളയിലാണ്. അതായത് ക്രിസ്മസ് ലോക ജനത മുഴുവൻ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും അവരോടൊപ്പം പങ്കുചേരുകയാണ്. നക്ഷത്ര വിളക്കുകളും കേക്കുകളും സമ്മാനങ്ങളും ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിലേക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്നത്. മാനവരാശിക്കായി പൂജാതനായ യേശുക്രിസ്തുവിന്റെ സന്ദേശവുമായി നമ്മുടെ സൺഡേ സ്കൂളിലെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സാന്റ പറഞ്ഞ ക്രിസ്മസ്. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവരായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളത്തച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലേക്ക് കിടത്തി. മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. നാം എല്ലാവരും തന്നെ എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ വാങ്ങിവെച്ച് അത് മനോഹരമായി അലങ്കരിക്കാറുണ്ട്. നമ്മുടെ മുറ്റത്തോ തോട്ടത്തിലോ ഒക്കെ മറ്റു പലതരം മരങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്മസ് ട്രീ മാത്രം ഇത്ര മനോഹരമായി അലങ്കരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിലുള്ള കഥയും ഇതിൻ്റെ അർത്ഥവും നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് ട്രീ ഒരു നിത്യഹരിത മരമാണ്. ഇത് നിത്യമായ ജീവിതത്തിൻ്റെയും ദൈവത്തോടൊത്തുള്ള അനന്തകാല വാസത്തിൻ്റെയും പ്രതീകമാണ്. ഇത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്തയും അവിടുത്തെ ഈ ലോക ജീവിതവും പീഡാനുഭവവും മരണവും ഉയർപ്പും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നമുക്ക് വേണ്ടി ജനിച്ച യേശുവിൻ്റെ നിത്യജീവൻ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്ത യേശുവിൻ്റെ ജനനത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ട്രീ ഈ അവസരത്തിൽ എങ്ങനെ പ്രധാനമായി തീരുന്നു എന്ന് നോക്കാം. ക്രിസ്മസ് ട്രീയെ കുറിച്ച് പല കഥകളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന് മാർട്ടിൻ ലൂതറിനെ കുറിച്ചുള്ളതാണ്. നമ്മിൽ പലർക്കും അറിയാവുന്ന കഥയാണിത്. ഒരു ക്രിസ്മസ് രാത്രി മാർട്ടിൻ ലൂതർ തന്റെ വീടിനടുത്തുള്ള മരങ്ങൾക്കിടയിലൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞു നിന്നത് ബെത്ലഹേമിൽ ജനിച്ച ഉണ്ണി യേശുവായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾ പൂത്തുനിന്ന ആകാശത്തേക്ക് അദ്ദേഹം നോക്കി നിന്നു. പെട്ടെന്നാണ് ആ കാഴ്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉയരം കൂടിയ മനോഹരമായ ഒരു മരം. നക്ഷത്രങ്ങൾക്കിടയിലൂടെ അതാ ഉയർന്നു നിൽക്കുന്നു, ഒരു സുന്ദര നിഴൽ പോലെ. ഉടനെ മനസ്സിൽ കൂടി ഒരാശയം ഉടലെടുത്തു. അദ്ദേഹം ആ മരം മുറിച്ച് വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് കുറേ തടകൾ വച്ച് ആ മരത്തെ ഉയർത്തി നിർത്തി. അതിൽ നിറയെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. അപ്പോൾ ആ തിരികൾ ശരിക്കും ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ തോന്നിച്ചു. അപ്പോൾ മാർട്ടിൻ ലൂതറിന്റെ മനസ്സിൽ ഉണ്ണി യേശു പിറന്ന രാത്രിയിൽ ബെത്ലഹേമിലെ ആകാശത്തെ നക്ഷത്രങ്ങളും നിറഞ്ഞു നിന്നു. നമ്മുടെ ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മാർട്ടിൻ ലൂതർ കത്തിച്ചു വെച്ച ആ മെഴുതിരികളും പരിശുദ്ധ രാത്രിയിലെ നക്ഷത്രങ്ങളെയുമാണ്. സുവിശേഷത്തിൽ പറയുന്നത് പോലെ ക്രിസ്തു പ്രകാശമാണ്. അവിടുന്നാണ് പ്രകാശം നമ്മളിലേക്ക് പകർന്നത്. അപ്പോൾ നമ്മുടെ ട്രീയിലെ ലൈറ്റിലൂടെ നാം കാണുന്നത്
ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ തന്നെയാണ്. ഇന്ന് ഈ രാത്രി നമുക്ക് ഓരോരുത്തർക്കും ആ പ്രകാശമായി തീരാം. ഇന്ന് ഈ രാത്രിയിൽ മാത്രമല്ല, മറിച്ച് എന്നും എപ്പോഴും നമുക്ക് ആ പ്രകാശമാക്കാം, വെളിച്ചമാക്കാം. മറ്റുള്ളവർക്കായി യേശുവിന്റെ വെളിച്ചം നമ്മിലൂടെ, നമ്മുടെ ചെയ്തികളിലൂടെ പ്രതിഫലിക്കട്ടെ. ഇനി നമ്മുടെ ട്രീയിലെ മറ്റൊരു അലങ്കാരമായ നക്ഷത്രത്തെ നോക്കാം. ഈ നക്ഷത്രം പ്രതിനിധാനം ചെയ്യുന്നത് യേശു പിറന്ന രാത്രിയിൽ ആട്ടിടയന്മാർ കണ്ട അതേ താരകത്തെയാണ്. രാജാക്കന്മാർക്ക് വഴികാട്ടിയായ അതേ നക്ഷത്രത്തെ തന്നെയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈശോ പ്രഭാതത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമാണ്, ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ. അതുപോലെ തന്നെ ട്രീയിലെ ഏഞ്ചലിനെ നോക്കാം. ഏഞ്ചലിന്റെ അർത്ഥം തന്നെ ഗ്രീക്ക് ഭാഷയിൽ മെസ്സഞ്ചർ എന്നാണ്. ദൈവത്തിൽ നിന്നും നമ്മിലേക്ക് നല്ല സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന സന്ദേശവാഹകർ. പരിശുദ്ധ മറിയത്തോട് സദ്വാർത്ത അറിയിച്ചതും യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞതും ആട്ടിടയന്മാരോട് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നറിയിച്ചതും ഈ മാലാഖ തന്നെയാണ്. അതുകൊണ്ട് ട്രീയിലെ മാലാഖയെ കണ്ട് നമുക്ക് ആ സന്തോഷ സന്ദേശങ്ങൾ അനുസ്മരിക്കാം. സന്തോഷത്തിന്റെ പ്രതീകങ്ങളാണ്. ലോകത്ത് പലയിടങ്ങളിലും ഉണ്ണിയേശുവിന്റെ പിറവി സമയത്ത് പള്ളിമണികൾ മുഴങ്ങുന്നു. തിരുപ്പിറവിയുടെ സന്തോഷം ലോകരെ മുഴുവൻ അറിയിക്കാനായി, നീതിയും സമാധാനവും നൽകാനായി ജനിച്ച ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ അനുസ്മരണ വേളയിൽ നമുക്ക് മണിനാദവും പെരുമ്പറയും മുഴക്കി ലോകം മുഴുവൻ ഈ സന്തോഷം അറിയിക്കാം. ഇനി ക്രിസ്മസ് ബോൾ. ഓരോ ക്രിസ്മസ് ബോളിനും പ്രത്യേകം അർത്ഥങ്ങളുണ്ട്. ബോളിന്റെ ഉരുണ്ട ആകൃതി സൂചിപ്പിക്കുന്നത് യേശുവിന്റെ അവസാനമില്ലാത്ത സ്നേഹത്തെയാണ്. അതുപോലെ തന്നെ ഈ ബോൾ യേശു പിറന്ന ഈ ഭൂമിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. ട്രെയിനിലെ ഗ്രീൻ ബോളിന്റെ അർത്ഥം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും പാപമോചനത്തിലുള്ള വിശ്വാസവുമാണ്. ഈശോയെ ദൈവമായി അംഗീകരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഈശോ നൽകിയ ദാനമാണ് നിത്യായുസ് അഥവാ ദൈവത്തോടൊത്തുള്ള നിത്യജീവിതം. വൈറ്റ് ബോൾ. വൈറ്റ് ബോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ കറയില്ലാത്ത പവിത്രതയും ദിവ്യത്വവും പരിശുദ്ധതയുമാണ്. കാരണം അവിടുന്ന് ജന്മപാപമില്ലാത്തവനാണ്, പരിശുദ്ധനാണ്. ട്രീയിലെ റെഡ് ബോൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് യേശുവിന്റെ പീഡാസഹനവും കുരിശുമരണവുമാണ്. യേശു നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായി രക്തം ചിന്തി. അതിന്റെ ഓർമ്മയ്ക്കായി നാം ട്രീയിൽ റെഡ് ബോൾ വെച്ച് അലങ്കരിക്കുന്നു. ട്രീയിലെ ബ്ലൂ ബോൾ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. വിശ്വാസം എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നാണ്. വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. വിശ്വാസത്തെ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ ആർക്കും കഴിയുകയില്ല. പഴയ നിയമഗ്രന്ഥങ്ങളുടെ രചയിതാക്കളായ പ്രവാചകന്മാർ എല്ലാ കാലത്തും ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചിരുന്നു, അത് വിശ്വസിച്ചിരുന്നു.
ഒരു രക്ഷകൻ വരുമെന്ന അവരുടെ വിശ്വാസം അന്വർത്ഥമായി. ഇത് വിശ്വാസത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇനി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ക്രിസ്മസ് ട്രീയിലെ ഗിഫ്റ്റുകളെ കുറിച്ച് നോക്കാം. ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിൽ നാം ഗിഫ്റ്റുകൾ വയ്ക്കാറുണ്ട്. നമ്മുടെ സ്നേഹത്തിന്റെ, ദാനത്തിന്റെ പ്രതീകമായി നാം മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ദൈവസ്നേഹത്തിന്റെ അതുപോലെ ദാനത്തിന്റെ ശ്രേഷ്ഠതയാണ് അനുസ്മരിപ്പിക്കുന്നത്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് യേശുക്രിസ്തു. അവിടുന്ന് നമുക്ക് തന്ന സ്നേഹം അളവറ്റതാണ്, മഹത്തരമാണ്, സൗജന്യവുമാണ്. ഇതുപോലെ നമുക്കും നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് സൗജന്യമായി തന്നെ നൽകാം. അങ്ങനെ ദൈവം നമുക്ക് തന്ന സ്നേഹത്തെ, യേശു എന്ന ദാനത്തെ മറ്റുള്ളവരിലേക്കും നമുക്ക് പകരാം. ഈ ക്രിസ്മസ് വേളയിൽ മാത്രമല്ല, തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും യേശു നമ്മെ പോലെയാകാൻ ഈ ലോകത്തിലേക്ക് വന്നതുപോലെ യേശുവിനെ പോലെ ആയിത്തീരാൻ നമുക്കും പരിശ്രമിക്കാം. സുവിശേഷം